ഭൂരഹിതരെ ആരോടാണ് 1000-ഓളം ആളുകള് ഇന്നും ഈ താനൂര് മണ്ഡലത്തിൽ ഭൂരഹിതരായിട്ടുണ്ട്. വെൽഫെയർ പാർട്ടി അത് സമരം നടത്തി, പിന്നെ സെക്രട്ടേറിയറ്റ് മാർച്ചിലൊക്കെ ഭൂരഹിതരായ ആളുകൾ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിട്ടുണ്ട് ഇവിടുത്തെ ആളുകൾ. അതുകൊണ്ട് എന്ത് വികസനമാണ് നിങ്ങൾ പറയുന്നത്? ഇവിടുത്തെ ആളുകൾക്ക് കാസർഗോഡും കണ്ണൂരും ഒക്കെ സ്ഥലം കൊടുത്തിട്ടുണ്ട്. എന്റെ നാട്ടിലുള്ള എന്റെ അയൽവാസിയായ ആളുകൾക്ക് കാസർഗോഡാണ് ഭൂമി. താനൂര് മണ്ഡലത്തിൽ തന്നെ പുറമ്പോക്ക് ഭൂമിയുണ്ട്, ഗവൺമെന്റ് ഭൂമിയുണ്ട്. ഞങ്ങൾ കാണിച്ചു തരാം. തയ്യാറുണ്ടോ? MLA തയ്യാറുണ്ടോ? പിടിച്ചെടുത്തിട്ട് കൊടുക്കാൻ തയ്യാറുണ്ടോ? ഭൂരഹിതർക്ക് പിടിച്ചെടുത്തിട്ട് കൊടുക്കാൻ തയ്യാറുണ്ടോ ഈ മണ്ഡലത്തിൽ തന്നെ? അതായത് ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കപ്പെട്ടതിലെ പാകപ്പിഴവുകളാണ് ചൂണ്ടിക്കാണിച്ചത്. അല്ല, അദ്ദേഹം പറഞ്ഞത് ഈ ഭൂരഹിതരില്ലാത്ത കേരളം പാതി 2-3 ജില്ലകളിൽ ആ ജില്ലക്കാർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുപോലെ ഇടുക്കിയിൽ, അതുപോലെ തന്നെ കണ്ണൂരിൽ, മലപ്പുറം പോലുള്ള ജില്ലയിലൊന്നും ആ ജില്ലയിലെ മുഴുവൻ ആളുകൾക്ക് ഇവിടെ തന്നെ കൊടുക്കാൻ ഭൂമിയില്ല. ഒന്ന്. രണ്ടാമത്, ഈ തീരപ്രദേശം എന്ന് പറയുന്നത് എല്ലായിടത്തും തീരപ്രദേശത്ത് കോസ്റ്റൽ റെഗുലേഷൻ സോണിന്റെ CRZ ആക്ട് നിൽക്കുന്ന സ്ഥലമാണ്. CRZ ആക്ടിൽ പുതിയ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല. പരമ്പരാഗത മത്സ്യത്തൊഴിലാളിക്ക് ജീവിക്കുന്ന വീട് അത് മാത്രം കൊച്ചു രീതിയിൽ നന്നാക്കാനുള്ള ഒരു സർക്കുലറേ ഉള്ളൂ. അങ്ങനെ ഒരു പുതിയ വീട് നിർമ്മിക്കണമെങ്കിൽ ഭൂമി ഇട്ടുകൊടുക്കുമ്പോൾ അതിന് നടപടിക്രമങ്ങൾ കഴിയണം. കേരള സർക്കാർ അതുമായി ആലോചിച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയിൽ ഡൊമിനിക് പ്രസന്റേഷനും പ്രതാപനും വിനീതനായ ഞാനും അംഗങ്ങളായിരുന്നു. ഞങ്ങൾ അംഗങ്ങളായ കമ്മിറ്റി പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് കൊടുത്ത് അത് കേന്ദ്രത്തിലേക്ക് കൊടുത്ത് കേന്ദ്രം അതിന്റെ പരിഗണനയിൽ വെച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ പരിഗണന കിട്ടിക്കഴിഞ്ഞാൽ ആ ഭൂമിയുടെ കാര്യം തീർച്ചയായും പരിഹരിക്കാൻ കഴിയും എന്ന വിശ്വാസം എനിക്കുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഇവിടെ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനമാണ്, ശ്മശാനവുമായി ബന്ധപ്പെട്ടത്. ഞാനത് മുഖവിലക്കെടുക്കുന്നു. കാരണം ഇവിടുത്തെ ഒരു വലിയ ജനവിഭാഗത്തിന് അവരുടെ ശവം സംസ്കരിക്കാൻ സ്ഥലമില്ല എന്നത് വളരെ ഗുരുതരമായ വിഷയമായി കാണുന്ന ഒരാളാണ് ഞാൻ. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ആരാ കാര്യത്തിൽ മുന്നിട്ടിറങ്ങുന്നുവെങ്കിലും ഒരു ജനപ്രതിനിധിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയോ ആ മുഴുവൻ പിന്തുണയും നിങ്ങൾക്ക് അതിന്റെ കൂടെ ഉണ്ടാകും. അതിൽ ഒരിക്കലും പെരുമാറും. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള വിശദീകരണം തൃപ്തികരമാണ്. മണ്ഡലത്തിലെ ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി പ്രകാരം ഭൂരഹിതരില്ലാത്ത പദ്ധതി ഭൂരഹിതരില്ലാത്ത കേരളം നമ്മുടെ മണ്ഡലത്തിന് കീഴിലുള്ള വ്യത്യസ്ത വില്ലേജുകളിൽ നൂറുകണക്കിന് ആളുകളുടെ കെട്ടിക്കിടക്കുകയാണ്. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഏറ്റവും വലിയൊരു പദ്ധതിയായിക്കൊണ്ട് 4 വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയായിരുന്നു. ആ പദ്ധതി പ്രകാരം 3.5 ലക്ഷത്തിലധികം ആളുകൾ കേരളത്തിലെ വിവിധ വില്ലേജ് ഓഫീസുകളിൽ ആ അപേക്ഷ കൊടുത്ത് കാത്തു കെട്ടിക്കിടക്കുകയാണ് ഇപ്പോഴും. പക്ഷെ കൃത്യമായ രീതിയിലുള്ള ഒരു മറുപടി പോലും അത്തരം ഭൂരഹിതർക്ക് നൽകാതെ അവർക്ക് കാസർഗോഡ് ഭൂമിയുണ്ട്, കണ്ണൂർ ഭൂമിയുണ്ട്, പോകണമെന്ന് ചോദിക്കുകയും പോകണമെന്ന് തയ്യാറായാൽ പോലും അതിന് കൃത്യമായ രീതിയിലുള്ള കടലാസുകൾ കൊടുക്കാതിരിക്കുകയും പട്ടയം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. അവസാനം ഭരണത്തിന്റെ അവസാന നാളുകളിൽ മാത്രമാണ് ചില്ലറ പട്ടയങ്ങൾ 100-200 പട്ടയങ്ങൾ. ഇപ്പൊ മലപ്പുറം ജില്ലയിൽ ആകെ കൊടുത്തത് അവസാനം 450 പട്ടയങ്ങളാണ് കൊടുത്തത്, 25,000 അപേക്ഷകൾ ഇരിക്കെ. പക്ഷെ എന്തുകൊണ്ടാണ് കൃത്യമായ രീതിയിൽ ഈ ഭൂമികൾ അളന്ന് തിട്ടപ്പെടുത്താതിരിക്കുകയും അക്വയർ ചെയ്യപ്പെടാതിരിക്കുകയും ഏതൊക്കെ മിച്ച ഭൂമികളാണ് ഇത്ര ആളുകൾ കൊടുക്കാനുള്ളത് എന്ന് ഒരു കമ്മീഷനെ വെച്ച് പഠിക്കാതിരിക്കുകയും ചെയ്യുന്നത്? അതുകൊണ്ട് ഇത് പ്രഖ്യാപിത പദ്ധതികൾക്ക് അപ്പുറത്തേക്ക് പഠിക്കാതിരിക്കുകയും ഇത്തരം ആളുകളെ കാലാകാലങ്ങളിൽ വില്ലേജ് ഓഫീസുകളിലേക്ക് നടത്തിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു പതിവ് രീതി. ഇനി വേറൊരു ഗവൺമെന്റ് വരികയാണെങ്കിൽ വേറൊരു പദ്ധതിക്ക് പേരിടുക. ഇങ്ങനെ കാലാകാലങ്ങളിൽ ഭൂരഹിതൻ എന്നും ഭൂരഹിതൻ തന്നെ, ഭവനരഹിതൻ എന്നും ഭവനരഹിതൻ എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുകയും ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് കൃത്യമായ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പഠനം നടക്കുകയോ ഒരു കമ്മീഷനെ വെക്കാതിരിക്കുകയോ ചെയ്യുന്നത് എന്നാണ് വെൽഫെയർ പാർട്ടിക്ക് ചോദിക്കാനുള്ളത്. ഇന്ത്യ രാജ്യത്ത് ജില്ലയിൽ പൂർണ്ണമായി ആളുകൾക്ക് പട്ടയം നൽകിയ കേരളത്തിലെ 4 ജില്ലകളിൽ പൂർണ്ണമായി പട്ടയം നൽകി അത് പ്രഖ്യാപിച്ച രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. അത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ്. 1,24,000 പേർക്ക് ഇത്തവണ പട്ടയത്തിന്റെ ഭാഗമായി ഭൂമി നൽകിയിട്ടുണ്ട്. ആരും അത് നൽകിയിട്ടില്ല എന്ന് പറയില്ല. ഈ 4 ജില്ലകളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും കൊടുക്കും, ഒരു സംശയവും ആർക്കും വേണ്ട. അതായത് എക്സ്പ്രസ് ഹൈവേ ചോദിച്ചപ്പോ താങ്കൾ പറഞ്ഞു വെൽഫെയർ പാർട്ടി ഉണ്ടായിട്ടില്ല. അതുപോലെ ICH സ്കൂൾ ചോദിച്ചപ്പോ നിങ്ങളും പറഞ്ഞു അത് ഞാൻ അറിയില്ലാന്ന്. അവിടെ പള്ളി ഉണ്ടാക്കിയാ പറഞ്ഞപ്പോ അതും അറിയില്ലെന്ന് പറഞ്ഞു. പരിസ്ഥിതി വിഷയം അറിയില്ല, ഒന്നും അറിയില്ല. പിന്നെ ഞാൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും എന്ത് ചോദിച്ചാലും താങ്കള്
ഒരു ഉത്തരേ പറയുള്ളൂ, ഞാൻ അറിയൂല. അപ്പൊ അതിന്റെ ഞാൻ അർത്ഥം അങ്ങനെ എന്താ പറഞ്ഞിട്ടില്ലല്ലോ. അറിയോ? ഞാൻ എന്തെല്ലാം കാര്യം പറഞ്ഞു? പറയട്ടെ. ചോദ്യം ജമാഅത്തെ ഇസ്ലാമിയും സോൾഡാറ്റിയും കൂടി കല്യാണം കഴിച്ചിട്ട് വെൽഫെയർ പാർട്ടി ഉണ്ടായ കഥ ഞങ്ങൾ അതിലിടില്ല. അതിന് ഡേറ്റ് ഓഫ് ബർത്ത് കാണിച്ചു തരും കേട്ടോ. പിന്നെ ചോദിക്കരുത്. ഇത് പറയട്ടെ. ചോദ്യം മൂന്നാളോടുമല്ല മീഡിയ വണ്ണിന്റെ മുമ്പിൽ ഞാനൊരു ചോദ്യം വെക്കാണ്. അടുത്ത മണ്ഡലത്തിൽ നിങ്ങൾ പരിപാടി വെക്കുമ്പോൾ LDFന്റെ ജനപ്രതിനിധികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം, തീരദേശത്ത് മലപ്പുറം ജില്ലയുടെ തീരദേശത്ത് മുസ്ലിം ലീഗിനെതിരെ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാൻ LDFന് കഴിയാത്തത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ചോദിക്കേണ്ടി വരും. എനിക്ക് പറയാനുള്ളത് എനിക്കൊരു സന്തോഷമുണ്ട്. കാരണം ഇവിടുത്തെ പ്രധാന പാർട്ടിയുടെ പ്രതിപക്ഷത്തിന്റെ പ്രതിനിധിയെ ഇവിടെ വരാത്തത് കൊണ്ട് അവർക്ക് എന്നോട് നല്ലവണ്ണം ചോദ്യം ചോദിക്കാൻ കിട്ടിയ അവസരത്തിന് ഞാൻ എന്തായാലും സന്തോഷിക്കുന്നു. കാരണം അങ്ങനെയുള്ള പേടിത്തൊണ്ടന്മാരെക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പ്രസക്തി. നിയമസഭയിൽ ഒരു ചർച്ചയുടെ മുമ്പിൽ പോലും വന്നു നിൽക്കാൻ ത്രാണിയില്ലാത്ത ഇദ്ദേഹം ജയിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നിയമസഭയിൽ പോയിരിക്കുക എന്നാണ് ചോദിക്കേണ്ടത്. 3 സ്ഥാനാർത്ഥികളോടാണ് ചോദ്യം. ഇന്നത്തെ ചർച്ചയിൽ അഷ്റഫ് പറഞ്ഞ പോലെ ഇവിടെ ഒരു സ്ഥാനാർത്ഥി വരേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പോ കിട്ടിയ വിവരമനുസരിച്ച് ഇവിടെ ചർച്ചയിലൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും 3 ആളും മറുപടി പറയേണ്ടതാണ്. താനൂരിലെ ജനങ്ങളെ പണം കൊടുത്ത് ഞാൻ വിലക്ക് വാങ്ങുമെന്ന് ഇന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൽ നിങ്ങൾ 3 ആളുടെ നിലപാട് എന്തെന്നറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അല്ല അതിൽ ആ പാർട്ടിയുടെ പ്രതിനിധി ഇല്ലാത്തതുകൊണ്ട് ഇരിക്കൂ ചോദിക്കട്ടെ ഇരിക്കൂ. ചോദ്യം മറുപടി അല്ല അതാ പറയട്ടെ. ചോദിക്കട്ടെ. എല്ലാവരും ഒന്ന് ഇരിക്കണം. എല്ലാവരും ഒന്ന് ഇരുന്നാലേ ഇത് പൂർത്തീകരിക്കാൻ കഴിയൂ. പ്ലീസ് എല്ലാവരും ഒന്ന് ഇരിക്കണം. ഇരുന്നത് പൂർത്തീകരിക്കണം. നമുക്ക് എല്ലാവരും ഒന്ന് ഇരിക്കണം. ആ ക്യാമറയുടെ മുമ്പിൽ നോക്കി എല്ലാവരും ഒന്ന് മാറിക്കൊടുക്കണം. അവരവരുടെ ഡ്യൂട്ടി നിർവഹിക്കട്ടെ. ഈ പരിപാടി നല്ല രീതിയിൽ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഒന്നിരിക്കണം. ഈ പരിപാടി നല്ല രീതിയിൽ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ദയവേത് ഒന്നിരിക്കണം. ഹലോ എല്ലാവരും ഒന്നിരിക്കണം. ശരി എന്നാ മറുപടി പറഞ്ഞോളൂ. വളരെ ചുരുങ്ങിയ വാക്കുകൾ ആ ചോദിച്ചതിന് മറുപടി പറഞ്ഞോളൂ. അങ്ങോട്ട് അല്ല, ഇനി ഇവിടെ അവസാനമായി എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതിൽ വളരെ പ്രധാനമെന്ന് പറയുന്നത് ഒന്ന് കുറച്ച് എന്ത് വികസനം നടത്തിയാലും എന്ത് ജനക്ഷേമം നടത്തിയാലും ഇവിടെ നിങ്ങൾ എവിടെ പങ്കെടുത്തില്ലെങ്കിലും എനിക്ക് പണം കൊടുത്ത് വോട്ട് വാങ്ങാമെന്ന് ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. ഞാൻ ഇവിടത്തെ ഈ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ എന്റെ തുടക്കത്തിൽ പറഞ്ഞ വീണ്ടും ആവർത്തിക്കുന്നു. എന്താണോ ഒരു MLA ദൗത്യം അത് പൂർണ്ണമായും ഒരു മനുഷ്യസഹജമായ രീതിയിൽ അത് ചെയ്തു തീർക്കാൻ പരിശ്രമിച്ച ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. എനിക്ക് 100% ഉറപ്പുണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ പാവപ്പെട്ടവരാണ്, അവർ കടൽ തൊഴിലാളികളാണ്, വയലേലകളിൽ പണിയെടുക്കുന്നവരാണ്. പക്ഷെ ഇവരുടെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ പറഞ്ഞ ഇപ്പോൾ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇവിടെ ഒരു താനൂർ ഡെവലപ്മെന്റ് ഫോറം ഉണ്ടാക്കി 30 ആളെ നിർത്തിയിരുന്നു. മുസ്ലിം ലീഗ് നിർത്തിയ 30 പേരും വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച് ആ പരാജയത്തിന്റെ രുചി അറിഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 10 മടങ്ങ് ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും. അപ്പോൾ എന്തായാലും അവർ ആ പരാജയത്തിന്റെ രുചി അവർക്ക് ബോധ്യമായി. പക്ഷെ അദ്ദേഹത്തിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് തീരദേശത്ത് ഇങ്ങനെ സഹായവുമായിട്ട് ഇങ്ങനെ വിതരണം ചെയ്യേണ്ട ഒരു പിന്നോക്കാവസ്ഥ നമ്മൾ ഉണ്ടാക്കി വെക്കരുതായിരുന്നു. അതെനിക്ക് പറയാനുള്ളൂ. അദ്ദേഹം ഇങ്ങനെ വണ്ടിയിൽ നടക്കുക അങ്ങനെ. ഒരു കാര്യം ഞാൻ തുറന്നു പറയുകയാണ്. പരീക്കുട്ടി മുസ്ലിയാരുടെയും ഉമ്മത്തായനകത്ത് കുഞ്ഞിക്കാദർ സാഹിബിന്റെയും ഈ പിൻതലമുറക്കാർ പണം കൊണ്ട് കീഴടക്കാൻ കഴിയില്ല എന്നാണ് വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത്. ആർജവുമുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന് മുമ്പിൽ മാത്രമേ അവർ വോട്ട് ചെയ്യുകയുള്ളൂ. പണച്ചാക്കുകൾ വാലും മടക്കി പുറകെ പോകേണ്ടി വരുമെന്ന് മാത്രമാണ് വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത്. NDAക്ക് പറയാനുള്ളത് നേരത്തെ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ യഥാർത്ഥത്തിൽ മത്സരം ഈ താനൂർ നിയോജക മണ്ഡലത്തിൽ നടക്കുന്നത് NDAയും UDFും തമ്മിലാണ്. അതിലൊരു തർക്കവുമില്ല. അദ്ദേഹം ഇന്ന് വീടാന്തരം കയറി പണം കൊടുക്കുന്നത്, ആ പണം അവിടുത്തെ പാവപ്പെട്ടവര് അദ്ദേഹം മറ്റു പല
പല പണികളും ചെയ്ത് ജനങ്ങളെ പറ്റിച്ചെടുത്തിട്ടുള്ള പണം ഇവിടെ കൊണ്ടു കൊടുക്കും, ജനങ്ങൾ വാങ്ങും. പക്ഷെ അത് വോട്ടാകുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും ഇവിടുത്തെ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ട. ആ വോട്ട് NDAക്ക് വരുമെന്നുള്ള യാതൊരു തർക്കവും വരാൻ പോകുന്നില്ല. ഇതാണ് താനൂർ മണ്ഡലത്തിൽ അലയടിക്കുന്ന വികാരം. ഏതായാലും ശക്തമായ ഒരു പോരാട്ടം താനൂർ മണ്ഡലത്തിൽ ഇക്കുറി ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ചർച്ചയിൽ പങ്കെടുത്ത നേതാക്കൾക്കും താനൂരിലെ ജനങ്ങൾക്കും പ്രത്യേകം നന്ദി. ദ ബിഗ് ഫൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു.